സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളാണ് പ്രതിഷേധിക്കുന്നത്. നിയമത്തിലെ വിവാദ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുന്നതിനായി കേന്ദ്രം തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സംയുക്ത കിസാൻ മോർച്ചയും സംയുക്ത തൊഴിലാളി യൂണിയനും അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സംയുക്ത കിസാൻ മോർച്ച കളക്ടർമാർക്ക് നിവേദനം നൽകും. ലേബർ കോഡ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതിന് പുറമെ പ്രഖ്യാപിച്ച താങ്ങുവില ഉറപ്പാക്കുക, സംസ്ഥാനങ്ങൾക്ക് സംഭരണത്തിനായി കൂടുതൽ തുക അനുവദിക്കുക എന്നീ കാര്യങ്ങളും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടും. തൊഴിൽ നിയമങ്ങൾ കോർപ്പറേറ്റ് അനുകൂല കോഡുകളാക്കി മാറ്റാനാണ് BJP ശ്രമമെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന സമരത്തിൽ INTUC, CITU, AITUC അടക്കമുള്ള സംഘടനകൾ സംയുക്തമായി പ്രതിഷേധിച്ചു. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവർക്കും അവകാശപ്പെടുന്നതായി മിനിമം വേജ് മാറിയെന്നാണ് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി. പക്ഷേ അത് അങ്ങേയറ്റം തെറ്റായ ഒരു പ്രചരണമാണ്. ഈ ലേബർ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളിൽ 92-93% ആളുകൾ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. മലപ്പുറത്ത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളി പ്രതിഷേധം നടന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി റാലി നടന്നു. എതിർപ്പുന്നയിച്ച് യൂണിയനുകളുമായി ചർച്ച നടത്താനും നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടാനും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ട്. 26 തൊഴിൽ നിയമങ്ങൾ പൊളിച്ചാണ് കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിന്റെ 4 ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനമടക്കം നിയന്ത്രിക്കുന്ന ലേബർ കോഡ് വൻകിട കമ്പനികളുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതെന്നാണ് പ്രധാന വിമർശനം. ലേബർ കോഡ് പിൻവലിക്കുകയോ കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്നുമാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം. അതുൽ ചന്ദ്രനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.